കേരളത്തിൻ്റെ വികസന സാധ്യതകൾ പരമാവധി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നല്ല നിർദ്ദേശങ്ങളാണ് 2024-25 ബജറ്റ് ബഹുമാനപ്പെട്ട ധനമന്ത്രി അവതരിപ്പിച്ചത്. ആ ബജറ്റ് ഒരു സൂര്യോദയ ബഡ്ജറ്റാണ് എന്ന് നിസ്സംശയം പറയാം. ബജറ്റിനെ കൃത്യമായി വായിക്കാതെ പ്രതിപക്ഷം കുരുടൻ ആനയെ കണ്ട അവസ്ഥയിലാണ് ബഡ്ജറ്റിനെ സമീപിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിലെ ജനതയ്ക്ക് മാതൃകാപരമായ ഒട്ടനവധി നിയമനിർമ്മാണങ്ങൾ നടന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഒന്നാം EMS ഗവൺമെൻറ് കാലത്ത് ദശലക്ഷക്കണക്കിന് വരുന്ന കുടിയാന്മാരെ കുടിയിറക്കി വിടാനുള്ള ജന്മിയുടെ അവകാശത്തെ നിഷേധിച്ചുള്ള കുടിയിറക്ക് നിരോധന നിയമം, വിദ്യാഭ്യാസ ബില്ലിൽ കൂടി എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർക്കും അനധ്യാപകർക്കും സർക്കാർ തലത്തിൽ ശമ്പളം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ സെക്കൻഡറി തലമുള്ള സാർവത്രിക വിദ്യാഭ്യാസം, എല്ലാവർക്കും സ്വന്തമായി ഭൂമിയുടെ അവകാശം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഭൂപരിഷ്കരണ നിയമം, പോലീസ് ഏമാന്മാരുടെ കയ്യാളായിരുന്ന പോലീസിനെ സാധാരണ ജനങ്ങൾക്ക് വേണ്ട പ്രാപ്യമാക്കിയ പോലീസ് നയം, രാജ്യത്തിലെ മാതൃകാപരമായ ആരോഗ്യ നയം, സമ്പൂർണ്ണ അശ്വ പൊതുവിതരണ സമ്പ്രദായം, 80-ലെ നയനാർ ഗവൺമെൻറ് കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ സർവ്വക്ഷേമ പെൻഷനുകൾക്ക് തുടക്കം കുറിച്ചു, സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം, ജനകീയാസൂത്രണ പ്രഖ്യാപനം, ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുടുംബശ്രീയുടെ തുടക്കം, രാജ്യത്തിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് തുടങ്ങിയിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തിന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നേതൃത്വം നൽകിയത് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ഗവൺമെൻറ്റുകളാണ് എന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 7.25 വർഷക്കാലത്തെ പിണറായി സർക്കാർ ഈ അടിത്തറയിൽ നിന്നും കേരളീയ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിന് ബഹുമുഖമായ പദ്ധതികളും നയങ്ങളുമാണ് പ്രഖ്യാപിച്ച് നടപ്പിലാക്കി വരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിവസവേതനം ലഭിക്കുന്ന ഈ കൊച്ചു കേരളത്തിലാണ് എല്ലാവർക്കും സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് ആകുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഈ ബജറ്റിലെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഈ കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതാണ്. വരുന്ന 3 വർഷക്കാലം കൊണ്ട് ഏകദേശം 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ബജറ്റ് വഴി പ്രതീക്ഷിക്കുന്നത്. 1970-ൽ ചൈനയുടെ വികസനത്തിനാവശ്യമായി ആവിഷ്കരിച്ച ഡെവലപ്മെൻറ്റ് സോണുകൾ അവലംബിക്കുവാൻ എടുത്ത തീരുമാനവും ശ്ലാഘനീയമാണ്. ലോകത്തും രാജ്യത്തും ഉണ്ടാകുന്ന സാമ്പത്തിക മാന്ദ്യവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോടുള്ള അവഗണനയും അതിജീവിക്കാൻ കേരളം സ്വന്തം കാലിൽ നിൽക്കണം. അതിനാവശ്യമായ ബി പ്ലാനിനെ കുറിച്ച് കേരളം ആലോചിക്കുന്നതുള്ളതും ഏറെ സന്തോഷകരമാണ്. സാർ, ഓരോ വർഷവും ചിലവ് കൂടും, അതിനനുസരിച്ച് റവന്യൂ വരുമാനവും വർദ്ധിപ്പിക്കണം. ആ ഇനത്തിൽ മികച്ച ധനകാര്യ മാനേജ്മെൻറ്റാണ് ഇന്ന് കേരളത്തിലുള്ളത്. 2020-21 സാമ്പത്തിക വർഷം 47,661 കോടി രൂപയാണ് റവന്യൂ വരുമാനം. നടപ്പ് വർഷം പ്രതീക്ഷിക്കുന്നത് 78,000 കോടി രൂപയാണ്. ഏകദേശം 30,000 കോടിയിലധികം രൂപയാണ് അധികമായി വർദ്ധിപ്പിക്കുന്നത്. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിൽ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത സമീപനത്തെ സംബന്ധിച്ചാണ് 57,400 കോടി രൂപയുടെ കണക്ക് പറയുമ്പോൾ ഇവിടെ VD സതീശൻ ഉൾപ്പെടെയുള്ള UDF പ്രതിനിധികൾ BJP സർക്കാരിൻ്റെ കള്ളത്തരത്തിന് പിന്തുണ നൽകി അവരുടെ ഏജന്റായി പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. GST നഷ്ടപരിഹാരം 12,000 കോടി രൂപ നമുക്ക് ലഭിക്കേണ്ടതാണ്, നിർത്തിയതുകൊണ്ട് നഷ്ടപ്പെട്ടു. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 8,400 കോടി രൂപ, കിഫ്ബി പെൻഷൻ കമ്പനിയുടെ പേരിൽ വായ്പ എടുക്കാൻ അനുമതി നിശ്ചയിച്ചതിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ടത് 7,000 കോടി രൂപ. പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയതിലൂടെ കുറവ് വരുത്തിയത് 12,000 കോടി രൂപ. 10ാം ധനകാര്യ കമ്മീഷൻ നമുക്ക് കിട്ടിയ ഗ്രാൻഡിൻ്റെ കുറവ് നേർപകുതിയായി കുറഞ്ഞപ്പോൾ 18,000 കോടി രൂപ. ഇത് കൂട്ടിച്ചേർക്കുമ്പോൾ 54,000 കോടി രൂപയോളം നമുക്ക് ലഭിക്കേണ്ടതാണ് നഷ്ടപ്പെട്ടത്. സാർ, നമ്മുടെ സംസ്ഥാനത്ത് ഈ ബഡ്ജറ്റിനകത്ത് നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ചെറുകിട ഇടത്തരം വ്യാപാര മേഖല. ഏകദേശം 15 ലക്ഷത്തോളം വരുന്ന ചെറുകിട ഇടത്തരം വാണിജ്യ സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതുവഴി ഏകദേശം 30 ലക്ഷത്തിലധികം ആളുകൾ അവരുടെ ജീവിതമാർഗമായി കരുതുകയാണ്. 2011-12 മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ചെറുകിട ഇടത്തരം മേഖലയിലേക്ക് വിദേശ ഇറക്കുമതിക്ക് എല്ലാ നിലയിലുമുള്ള നിയന്ത്രണം വിട്ട് അനുമതി നൽകിയതിൻ്റെ ഭാഗമായി ആ മേഖല വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് ഏകദേശം 100% ഇറക്കുമതി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഒരു നിയന്ത്രണവുമില്ലാതെ ഓൺലൈൻ ബിസിനസ്. നമുക്കറിയാം, ഒരു ചെറുകിട വ്യാപാരം നടത്തുന്ന ഒരു വ്യാപാരിയെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് രൂപ അഡ്വാൻസ് നൽകി, വാടക നൽകി, കറണ്ട് ചാർജ് അടച്ച് ആ സ്ഥാപനത്തിൽ ജീവനക്കാരനെങ്ങനെ ഒരു ശമ്പളം കൊടുത്തിട്ടാണ് ഓരോ സ്ഥാപനവും മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ഓൺലൈൻ ബിസിനസ്സിനെ അനിയന്ത്രിതമായി കെട്ടഴിച്ചു വിട്ടിരിക്കുന്നത്. ഈ മേഖലയെ സംബന്ധിച്ച് കണ്ണു തുറന്ന് കാണുവാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തയ്യാറായത് ഏറെ സന്തോഷത്തോടു കൂടി ഞാൻ അതിനെ അഭിനന്ദിക്കുകയാണ്. ഏകദേശം 3 കോടി രൂപയാണ് ഈ മേഖലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പരിഹരിക്കുന്നതിനും
ഒരു നയം പ്രഖ്യാപിക്കുന്നതിനും കേരളത്തിലെ ചെറുകിട ഇടത്തരം വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്നതിനും വേണ്ടി ഗവൺമെൻറ് എടുത്ത നിലപാടിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. സാർ, ഇവിടെ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുമ്പോൾ ആ സാമ്പത്തിക ഞെരുക്കത്തിനെതിരായി BJP ഗവൺമെൻറ് എടുക്കുന്ന കേരള വിരുദ്ധ നിലപാടുകൾ എന്തിൻ്റെ ഭാഗമായിട്ടാണ്? നമുക്കറിയാമല്ലോ, ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങളെയും ശക്തിയായി എതിർക്കുന്ന ഈ കേരളത്തിലെ സംസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. നമുക്കറിയാം, പൗരത്വ രജിസ്ട്രേഷൻ ബില്ല് വരുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി അതിനെതിരായി നിയമം പാസ്സാക്കിക്കൊണ്ട്, പ്രമേയം പാസ്സാക്കിക്കൊണ്ട് എതിർപ്പ് പ്രകടിപ്പിച്ച ഈ ഗവൺമെൻറ്റാണ്. BJP ഗവൺമെൻറ്റിൻ്റെ ജനാധിപത്യ വിരുദ്ധവും മതനിരപേക്ഷയ്ക്കെതിരായിട്ടുള്ള നിലപാടുകൾക്കെതിരായി ശക്തിയായി നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിനെതിരായി വിവിധ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയ അന്വേഷണങ്ങളെല്ലാം വൃഥാവിലായി. അന്വേഷണങ്ങൾ കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ BJP ഇതര ഗവൺമെൻറ്റുകളിലെ പ്രമുഖന്മാരെ EDA ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജയിലിലടയ്ക്കുന്നത് പോലെ കേരളത്തിലെ ഈ ഗവൺമെൻറ് ഏതെങ്കിലും പ്രതിനിധിയെ തൊടാൻ കഴിയാതെ വന്നപ്പോഴാണ് സാമ്പത്തികത്തിലേക്ക് കേരളത്തിലെ ഉപരോധത്തിൽ ഏർപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്. അവിടെ കേരളത്തെ ശ്വാസം പൊട്ടി തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചപ്പോൾ അവർക്കൊപ്പം ചേർന്നവരാണ് കേരളത്തിലെ കോൺഗ്രസുകാർ. ഉപരോധ സമാനമായ സാമ്പത്തിക വിവേചനമാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ പകപോക്കൽ നയങ്ങളാണ് കേരളത്തെ ധനഞെരുക്കത്തിലാക്കിയത്. എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി പറയുന്നത് കേന്ദ്ര അവഗണന കൊണ്ടല്ല കേരളം ധനഞെരുക്കത്തിലായത് എന്നാണ്. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന്റെ വക്കാലത്താണ് ശ്രീമാൻ VD സതീശൻ എടുത്തിട്ടുള്ളത്. പണ്ട് കിഫ്ബിക്കെതിരായി സംഘപരിവാർ സംഘടന നൽകിയ കേസിന്റെ വക്കാലത്ത് മാത്യു കുഴൽനാടൻ എടുത്തതുപോലെ അന്ന് കോടതിയിൽ കിഫ്ബിക്കെതിരായി വീറോട് പതിച്ച കുഴൽനാടൻ പിറ്റേ ദിവസം ഒരു ഉളുപ്പമില്ലാതെ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ കിഫ്ബി വഴി കിട്ടിയ പദ്ധതികൾ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും വലിയ ഫ്ലക്സ് അടിച്ചു വെക്കുകയാണ് ഉണ്ടായത്. MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ആ പോസ്റ്ററുകൾ. കേരളത്തിലെ ധനപ്രതിസന്ധിയുടെ ഉത്തരവാദികൾ കേന്ദ്ര സർക്കാരല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് BJPയുടെ നേരെ ഒരു പാലമിടുകയാണ് ശ്രീമാൻ VD സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര നിലപാടുകളുണ്ടായെന്നും സാമ്പത്തിക ഞെരുക്കത്തിന് ഇത് കാരണമായെന്നും കർണാടക കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. സിത്താരാമയ്യ ചതിച്ചാശാന് എന്നും പറഞ്ഞുള്ള നിലവിളികളായിരുന്നു പിന്നീട് UDF ക്യാമ്പിൽ ഉണ്ടായത്. BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കേന്ദ്ര വിവേചനമോ സാമ്പത്തിക ഉപരോധമോ ഇല്ലെന്ന് വരുത്തി തീർക്കുവാൻ കഷ്ടപ്പെടുന്ന കേരളത്തിലെ കോൺഗ്രസുകാർക്ക് കിട്ടിയ മുട്ടൻ അടിയായിരുന്നു കർണാടക സർക്കാരിൻ്റെ ഡൽഹിയിലെ സമരം. KC വേണുഗോപാലിനെ കൊണ്ട് കർണാടക സർക്കാരിൻ്റെ സമരം ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ വരെ ചില യുവ കോൺഗ്രസ് MLAമാർ ശ്രമിച്ചു എന്നാണ് കരക്കമ്പി. കനകോലുവിൻ്റെ ബില്ലടയ്ക്കാനുള്ള പണം കർണാടകയിൽ നിന്നും വരേണ്ടുള്ളത് കൊണ്ട് KC കേരളത്തിലെ യൂത്തന്മാരുടെ അഭ്യർത്ഥന മാനിച്ചില്ല. അല്ലെങ്കിൽ KC വേണുഗോപാലിൽ നിന്ന് കർണാടകയിലെ നേതാക്കൾ വിലവയ്ക്കാറില്ല. ഏറ്റവും ഒടുവിൽ കർണാടകയുടെ സമര ദിവസം മുൻകൂട്ടി നിശ്ചയിച്ച് തൻ്റെ ഡൽഹി യാത്ര പോലും നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു എന്നും വാർത്തയുണ്ട്. ഡൽഹിയിലുണ്ടായെങ്കിൽ കർണാടക സമരത്തിൽ പങ്കെടുക്കേണ്ടി വരുമല്ലോ എന്നോർത്താണ് അദ്ദേഹം ഡൽഹി യാത്ര ഉപേക്ഷിച്ചത്. പാർലമെന്റിൽ ഭരണപക്ഷം അവതരിപ്പിച്ച വൈറ്റ് പേപ്പറിന് ബദലായി കോൺഗ്രസ് അവതരിപ്പിച്ച ബ്ലാക്ക് പേപ്പറിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിരോധത്തിൽ വീർപ്പുമുട്ടുകയാണെന്ന് വൃത്തിക്കെഴുതി വെച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തോട് വിവേചനം കാണിക്കുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ അഭിപ്രായപ്പെടുകയുണ്ടായി. പ്രതിപക്ഷ 10 കൊല്ലം മുമ്പ് അന്നത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ തൊഴിൽ മന്ത്രിയും RSP നേതാവുമായ ഷിബു ബേബി ജോൺ ഗുജറാത്തിൽ പോയി നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി കണ്ടത് മലയാളികൾ മറന്നിട്ടില്ല. അന്നിട്ട പാലം ഇന്നും അവർക്കിടയിലുണ്ടെന്ന് സാരം. അതാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റ് ക്യാന്റീനിൽ പ്രേമചന്ദ്രന്റെ രൂപത്തിൽ കണ്ടത്. കേരളത്തിലെ RSS UDF ബാന്ധവത്തിന്റെ ഇടനിലക്കാരാണ് പ്രേമചന്ദ്രൻ. BJPക്കാരുടെ സ്വരം ഒന്നാകുന്നതിന്റെ കാരണവും ഈ ബാന്ധവമില്ലാതെ മറ്റൊന്നുമല്ല. കേന്ദ്രത്തിനെതിരെ പറയാൻ UDFന് നാവ് പൊങ്ങാത്തത് ഇതൊക്കെ കൊണ്ടാണ്. നരേന്ദ്രമോദി എറിഞ്ഞു കൊടുക്കുന്ന എച്ചിൽ നക്കാൻ മാത്രം ഉപയോഗിക്കുന്ന UDFകാരുടെ നാവുകൾ മലയാളികൾ തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരം ഏറ്റെടുക്കുമ്പോൾ കേരളത്തിലെ ഖജനാവിൽ 262 കോടി രൂപ മൈനസ് ആയിരുന്നു. എഴുതി ഒപ്പിട്ട് കൊടുത്ത ചെക്കുകൾ പോലും മാറിയിരുന്നില്ല. നമുക്കറിയാം, ആ ധനപ്രതിസന്ധിയിൽ നിന്നാണ് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിന് ക്രിയാത്മകമായി ശ്രീ KN ബാലഗോപാൽ ബജറ്റിനെ പിന്തുണച്ചുകൊണ്ട് സംസാരം നടത്തുന്നു.